മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ബീന ആന്റണിയുടേത്. ബീനയും ഭർത്താവും മാത്രമല്ല മകനും അഭിനയിക്കും. 1991 അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ച താരം 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും താരത്തിളക്കത്തിന് മാറ്റു കൂടിയിട്ടേയുള്ളൂ എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. താരം ഇപ്പോഴും സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ്. നായികയായി മാത്രമല്ല ഹാസ്യതാരമായും വില്ലത്തിയായും എല്ലാം ബീന സ്ക്രീനിൽ തിളങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടെലിവിഷൻ രംഗത്ത് ബീന കൈവയ്ക്കാത്ത വേഷങ്ങളൊന്നുമില്ലെന്ന് വേണം പറയാൻ. നിരവധി സീരിയലുകളിൽ പ്രധാന വേഷത്തിൽ തിളങ്ങുകയാണ്. അതുപോലെ തന്നെ ഭർത്താവ് മനോജും അഭിനയ രംഗത്ത് സജീവമാണ്. ബീന ആന്റണി പങ്കുവച്ച ഏറ്റവും പുതിയൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം. നല്ല പനിയായിട്ടും അത് കൂട്ടാക്കാതെ ഡബ്ബിംഗ് ജോലികൾ ചെയ്യുന്ന ബീന ആന്റണിയുടെ ഫോട്ടോയാണ് പുതിയ പോസ്റ്റിൽ. എത്ര വയ്യെങ്കിലും എൻ്റെ ജോലി ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയാണ്. സീരിയൽ റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റില്ല, എപ്പിസോഡ് മുടങ്ങും, പിന്നെ എല്ലാം ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പുള്ളിക്കെല്ലാം അറിയാം. കുറച്ച് ദിവസങ്ങളായി വൈറൽ ഫീവറിൻ്റെ പിടിയിലാണ് എന്നായിരുന്നു സ്വന്തം ചിത്രത്തിനോടൊപ്പം ബീന ആന്റണി കുറിച്ചത്. ബീനയുടെ ഈ കുറിപ്പിന് നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും കമൻറ്റുകളിലൂടെ ആരാധകർ കുറിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ബീനയും നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് തനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ സംഭവങ്ങൾ ബീന ആന്റണി പറയുന്നത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നെ വിട്ടു പോയതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സങ്കടം. പക്ഷെ അതിൻ്റെ ഉപരി ഇപ്പോഴും എന്നെ വിട്ടുമാറാത്തൊരു സങ്കടമുണ്ട്. എൻ്റെ ചേച്ചിയുടെ മകൻ ഞങ്ങളെ വിട്ട് പോയതാണ്. 22 വയസ്സ് മാത്രമായിരുന്നു അവന് പ്രായം. ഈ ലോക്ക്ഡൗൺ സമയത്ത് കൊറോണ കാലത്തായിരുന്നു അവൻ ഞങ്ങളെ വിട്ടു പോയത്. ബിടെക് വരെ പഠിച്ചു കഴിഞ്ഞ് വളരെ മിടുക്കനായി ഇരിക്കുകയായിരുന്നു, നല്ല ആരോഗ്യവാനായിരുന്നു. പെട്ടെന്നാണ് ചേച്ചി ഒരു ദിവസം വിളിച്ചു പറയുന്നത് അവൻ്റെ ശരീരം മുഴുവൻ നീര് വെച്ച് വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന്. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഡോക്ടർ ചെറിയൊരു ഫാറ്റി ലിവറിന്റെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ടതിന് ശേഷം വെറും 2-3 ആഴ്ച മാത്രമേ അവൻ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. കിഡ്നി തകരാറിലായിരുന്നു. അതൊന്ന് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ അവൻ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾ 3 സഹോദരിമാരിൽ മൂത്തയാളുടെ മകനായിരുന്നു അവൻ. ആദ്യത്തെ കുഞ്ഞായിരുന്നു അവൻ. ചേച്ചിക്ക് 2 മക്കളുണ്ട്, അതിൽ മൂത്തയാളായിരുന്നു അവൻ. നമ്മുടെ മക്കൾ നമ്മളെ വിട്ടുപോകുന്ന ആ ഒരു അവസ്ഥ ഒരിക്കലും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അമ്മമാര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾ കൺമുന്നിൽ നിന്ന് അകന്നു പോകുന്നത് ഒരമ്മയ്ക്കും താങ്ങാനാവില്ല. എനിക്കിപ്പോഴും ആ ഒരു സംഭവത്തിൽ നിന്നും മുക്തി നേടാനായിട്ടില്ലെന്നും ആ ഒരു വേർപാട് എനിക്കിപ്പോഴും താങ്ങാവുന്നതിനും അപ്പുറമാണെന്നും ബീന ആന്റണി പറഞ്ഞു.